എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർവാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പോലീസിനെതിരെ പ്രതിഷേധവുമായി വിമത വിഭാഗം എത്തി. വിമത വിഭാഗത്തിൻ്റെ പ്രതിഷേധ മാർച്ചിനിടെ ഉന്തും തള്ളുമുണ്ടായി. അതിരൂപത ആസ്ഥാനത്ത് വൈദികർക്ക് നേരെ പോലീസ് അതിക്രമമെന്ന പരാതിയിലാണ് പ്രതിഷേധ മാർച്ചുണ്ടായത്. പ്രാർത്ഥനായജ്ഞം നടത്തിയ വിമത വൈദികരെ പോലീസ് വലിച്ചിഴച്ചു എന്നാണ് ആരോപണം. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. ബിഷപ്പ് ഹൗസിനുള്ളിൽ പ്രതിഷേധം അനുവദിക്കില്ലെന്നും ഇരുവിഭാഗവുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പോലീസ് അറിയിച്ചു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു ഇപ്പോൾ അവിടെ തന്നെയാണോ ഉള്ളത്? രാവിലെ പല രീതിയിൽ നമ്മൾ കണ്ടു. വലിയ സംഘർഷത്തിലേക്ക് കടക്കുന്നു, വൈദികരെ വലിച്ചിഴയ്ക്കുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. ആ ആരോപണം അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ. സഭാ നേതൃത്വത്തിൻ്റെ ഇടപെടലിൽ കാരണമാണ് പോലീസ് ഇടപെട്ടത് എന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം വന്നു. ഇപ്പോഴവിടെ വലിയ പ്രതിഷേധം തുടരുകയാണോ? സ്മിത, രാവിലെ മുതൽ ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അവർ കഴിഞ്ഞ 3 ദിവസമായി പ്രാർത്ഥനായജ്ഞം നടത്തുന്നു. അതിനിടയിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടിയാണ്, ഇന്ന് വെളുപ്പിനോടുകൂടിയാണ് പോലീസ് ഇരച്ചെത്തുകയും 21ഓളം വരുന്ന വൈദികരെ ബിഷപ്പ് ഹൗസിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. ഒപ്പം ഇന്ന് രാവിലെ ഈ പ്രശ്നപരിഹാരത്തിന് എത്തിയ സെൻട്രൽ ACP ജയകുമാറിന്റെ ഭാഗത്ത് മോശം അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരുടെ വൈദികരും പറയുന്നത്. സർക്കാർ വൈദികർക്കെതിരാണ് എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്നൊരു ആരോപണവും നിലവിൽ വൈദികർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് അറിയണം. അതോടൊപ്പം തന്നെ വൈദികരെ മർദ്ദിച്ചതിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് അറിയണം. നമുക്കൊപ്പം ഫാദർ വട്ടോളി ചേരുന്നുണ്ട്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? താങ്കളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് പോലീസിൻ്റെ ആക്ഷൻ നടന്നത്. വളരെ സമാധാനമായിട്ട് സമരം ചെയ്തുകൊണ്ടിരുന്ന, സമാധാനമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അവരുടെ ഭവനത്തിലാണ് അവർ താമസിച്ചിരുന്നത്. ആ ഭവനത്തിൽ അവർ ഒരു ദിവസമായിട്ട് താമസിച്ചു വരവേ അവർ പറഞ്ഞ അവരുടെ ആവശ്യം ക്രിമിനൽ, അതായത് 17 കേസിലെ പ്രതിയായിരിക്കുന്ന ഒരാളെയാണ് ചാൻസലറായിട്ട് വെച്ചിരിക്കുന്നത്. ആ ചാൻസലർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണം, ആ ക്രിമിനൽ ക്രൂരിയെ മാറ്റണം എന്നത്. കാരണം സഭ പ്രവർത്തിക്കുന്നത്, വൈദിക പ്രവർത്തിക്കുന്നത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്. അവർ ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ധാർമ്മികത, ഒരു പക്ഷേ രാഷ്ട്രീയ മേഖലയിൽ വളരെ മൂല്യച്യുതി നേരിടുന്ന രാഷ്ട്രീയത്തിൽ പോലും അവിടെ ഒരു 17 കേസിലെ പ്രതിയെ അവിടെ വെക്കാറില്ല. അപ്പോൾ ആ വിഷയമാണ്. ഇപ്പോഴും പ്രതിഷേധമൊക്കെ തുടരുകയാണ്. പോലീസുമായി വലിയ തർക്കങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. പോലീസ് വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. മറ്റു വാഹനങ്ങൾക്കും പല ഘട്ടങ്ങളിലും റോഡ് തടയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ പുതിയ കൂരിയ ജോഷി പുതുവ എന്ന് പറയുന്ന വൈദികനെതിരെ ക്രിമിനൽ കേസ് അടക്കമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പുതിയ കൂരിയെ മാറ്റണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അത് നിലവിൽ സിനഡ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാവുന്ന ഒരു തീരുമാനമാണ്. എന്നാൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ശഠ്യത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സഭയിൽ ഇപ്പോഴും തുടരുന്നത് എന്നാണ് ഈ വൈദികർ, പ്രതിഷേധം നടത്തുന്ന വൈദികർ പറയുന്നത്. ആ ജോഷി പുതുവയെ മാറ്റാതെ പ്രതിഷേധത്തിൽ നിന്ന് അൽമായ മുന്നേറ്റവും വൈദികരും പിന്നോട്ടില്ല. വീണ്ടും അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങൾ തുടരുകയാണ്. നേരത്തെ അത് ആദ്യം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു, പിന്നീട് കുർബാന തർക്കമായി. ഇപ്പോൾ ഈ കൂരിയ നിയമനത്തിലും വലിയ പ്രതിസന്ധിയും പ്രതിഷേധവും ഒക്കെ സഭയിൽ ഉണ്ടാകുന്നു. ഇനിയും വരും മണിക്കൂറിൽ ഇത് തുടരാൻ തന്നെയാണ് വൈദികരുടെ തീരുമാനം. വൈദികർ നേരത്തെ ബിഷപ്പ് ഹൗസിൽ ആണ് ഇരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ബസലിക്ക പള്ളിയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. ഇവിടെ പ്രതിഷേധം തുടരാനാണ്, അതായത് പ്രതിഷേധം ഇതിനകത്ത് തുടരാനാണ് തീരുമാനം. അകാരണമായി അവരെ പിടിച്ച് പുറത്തേക്ക് തള്ളി, അവരുടെ കുടുംബത്തിൽ നിന്ന് അവരെ പിടിച്ച് പുറത്തേക്ക് മാറ്റി എന്നുള്ളതാണ് അൽമായ മുന്നേറ്റം അടക്കം ഉള്ള ആളുകൾ പറയുന്നത്. സിനഡ് നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് സിനഡിന് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടാം. മനഃപൂർവ്വം ബോസ്കോപുത്രൻ അടക്കമുള്ള ആളുകൾ ഇടപെടുന്നില്ല എന്നാണ് അൽമായ മുന്നേറ്റത്തിന്റെ പ്രധാനപ്പെട്ട വാദം. ഇന്ന് വൈകുന്നേരവും നാളെയും ഒക്കെ ഈ പ്രതിഷേധം തുടരും. ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നവരെ തുടരും. എപ്പോഴും സിനഡ് ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു എന്നൊക്കെയാണ് അൽമായ മുന്നേറ്റത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ വൈദികരടക്കം സർക്കാരിനോടും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പാർട്ടി സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ന് ACP അടക്കമുള്ള ആളുകൾ രാവിലെ വന്ന് പറഞ്ഞത് സർക്കാർ നിങ്ങൾക്കെതിരാണെന്നാണ്. അതിനൊരു മറുപടി സർക്കാരിന്റെയും മന്ത്രിയുടെയും പ്രതിനിധികൾ ഒക്കെ പറയണം. ഒപ്പം ഈ ഇതര പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ ഈ വൈദികരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് എന്താണെന്ന് കൂടി അറിയണം എന്നാണ് അല്പസമയം മുമ്പ് വൈദിക സംരക്ഷണ സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ
ചോദിച്ചത്. എന്നാൽ സമരം ഇപ്പോഴും തുടരുകയാണ്. അല്പസമയം മുമ്പ് വഞ്ചി സ്ക്വയറിൽ നിന്ന് ബിഷപ്പ് ഹൗസ് വരെ ഒരു പ്രതിഷേധ റാലിയുണ്ട്. കൂടുതൽ അൽമായ വിശ്വാസികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ, കഴിഞ്ഞ 2 വർഷം മുമ്പും ഒക്കെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. അതിപ്പോഴും വീണ്ടും ആവർത്തിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥിതി. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി നൽകിയത്. പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റാൻ നോക്കുന്നുണ്ട്, പക്ഷേ അവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. വീണ്ടും പ്രതിഷേധം തുടരുകയാണ് വിമത വിഭാഗക്കാർ.